വചനം പഠിപ്പാൻ തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. प्रभु ने फिर से हमको इस रीति से एक और बार फिर से अलग अलग जगह पर बैठकर इस तरह का मीटिंग एकत्र होकर भाइयों के साथ संगति करने के लिए जो प्रभु ने अवसर फिर से दिया, उसके लिए धन्यवाद. നമുക്ക് ഒരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. एक वचन पढ़कर शुरुआत करेंगे. എക്ലിസിയാസ്റ്റിക്സ് 8:11 വാക്യത്തിലെ സഭാപ്രസംഗി 8 അധ്യായം അതിന്റെ 11 വാക്യം. सभा उपदेश 8:11 में വാക്യങ്ങള് 8 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. बुरे काम के दंड की आज्ञा पूर्ति से नहीं होने जाती, इस कारण मनुष्य का मन बुरा काम करने की इच्छा से भरा रहता है. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണം നടക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ പാപം ചെയ്യുമ്പോൾ പെട്ടെന്ന് കർത്താവ് അവനെ ശിക്ഷിക്കുന്നില്ല. അത് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ആ വാക്യം എടുത്തത്. जो उसका पहला भाग में लिखा है कि बुरे काम के दंड की आज्ञा पूर्ति से नहीं हो जाती, यानी कि जल्दी से नहीं होता करके हम देखते हैं. तो मैं एक बात बताने के लिए है मैंने ये वाक्य लिया. എന്നാൽ ദൈവത്തിന്റെ നമ്മളോടുള്ള കൃപയുടെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ദൈവം പെട്ടെന്ന് നമ്മളിൽ ചില കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം പെട്ടെന്ന് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മളെ അല്പം സമയം നമ്മൾ ചിന്തിക്കുകയാണ്. परंतु प्रभु जब विश्वासियों के लिए कुछ भलाई का बात जब विषय आते समय में प्रभु बहुत फुर्ती से करता है, जल्दी से करता है. ये विषय बोलने के लिए है मैंने ये बताया. तो विश्वासियों के जीवन का लाभ के लिए प्रभु हमेशा जल्दी से जल्दी या फुर्ती से काम करता है. അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവം എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. तो उसका कुछ उदाहरण हम देखेंगे वचन से कि एक विश्वासी के जीवन में लाभ के लिए प्रभु कैसा फुर्ती से या जल्दी से कार्य करता है करके. ഒട്ടും താമസിപ്പിക്കത്തില്ല. मतलब बिना देरी करे तुरंत करता है. നമ്മള് യിരെമ്യാവിന്റെ പുസ്തകം 1 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ വചനം നടപ്പാക്കാൻ ഞാൻ ഒട്ടും താമസിക്കുകയില്ല, ഞാൻ അതിന് ജാഗ്രതയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. यिर्मयाह 1:12 में वहां पर पढ़ते समय में प्रभु कहता है कि यहोवा ने मुझसे कहा कि प्रभु का वचन, अपना वचन पूरा करने के लिए प्रभु हमेशा जागरूक रहता है करके हम पढ़ते हैं. അപ്പോൾ ദൈവവചനവുമായി നമ്മുടെ ഹൃദയം ഘടിക്കപ്പെട്ട് ഒരു ജീവന്റെ അനുഭവത്തിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ദൈവം പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. तो जो विश्वासी वचन के साथ लगा हुआ रहने की वजह से, बना हुआ रहने की वजह से, उसका लाभ यह है कि प्रभु उन विश्वासियों के लिए जल्दी से जल्द तुरंत उसके लाभ के लिए कुछ कार्य करता है. उसका कुछ उदाहरण हम लोग वचनों से हम पढ़ेंगे. നമുക്ക് ഇസ്രായേൽ മക്കൾ യോർദാൻ നടക്കുന്നതിനുള്ള ബന്ധത്തിൽ യോർദാൻ ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയപ്പോൾ പെട്ടെന്ന് യോർദാൻ നിന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവം കാര്യങ്ങൾ കൊണ്ടുവന്നത്, ആ പശ്ചാത്തലം നമുക്ക് നോക്കാം. हम लोग इस्राएली लोगों का मदद के लिए प्रभु जब यॉर्दान का नदी का पार करने के विषय में वहां पर हम देखते हैं कि वो तुरंत रुक जाता है करके वहां पर हम पढ़ते हैं. तो किस रीति से प्रभु इस्राएल का लाभ में किया हम देखेंगे. അപ്പോൾ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ അതിനെ ഈ കാര്യങ്ങൾ ദൈവം പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ആത്മീയ രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ അനുഗ്രഹമാണ്. നമുക്ക് യോശുവയുടെ പുസ്തകം 3 അധ്യായം 13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, तो नए नियम में प्रभु किस रीति से विश्वासी का लाभ के लिए जब काम जल्दी से करता है करके उसको आत्मिक रीति से हमें समझना है. इसलिए शुरुआत में हम लोग योशुआ का पुस्तक 3:13 हम पढ़ेंगे. സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ
ഇവിടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിന്നു. तो जैसे ही हम देखते हैं कि यर्दन पर उन लोगों ने जल के ऊपर जब पाव पड़ा, उसी समय यर्दन के ऊपर से बहता हुआ जल थम गया. ഇവിടെ നമ്മള് ദൈവം വ്യക്തിപരമായിട്ടും സഭയായുള്ള ബന്ധത്തിലും ദൈവം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. तो यहाँ पर व्यक्तिगत रीति से और कलीशा संबंध के रीति से, मंडली संबंध के रीति से, दोनों संबंध में प्रभु फुर्ती से कार्य करता है. ഇവിടെ ഇസ്രായേൽ ജനം കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് യോർദാനിലെ വെള്ളം. तो यहाँ पर इजरायली लोगों को कनान देश में प्रतिज्ञा किया हुआ नगर में प्रवेश करने के लिए जो रुकावट था वहां पर, वो था ये योर्दान नदी. യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ സ്വയം മരിക്കുക എന്നുള്ള അർത്ഥമാണ്. तो यर्दन नगर थम जाना, रुक जाना मतलब क्या है कि हमारा जो स्वयं है उसको खत्म करने के विषय में है. ചെങ്കടൽ കടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തെയാണ് കാണിക്കുന്നത്. और जो लाल समुद्र को पार करना मतलब वो हमारा जो हमारा शारीरिक प्रकृति को खत्म करने के विषय में कहता है. നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് രണ്ട് പ്രധാന ശത്രുക്കളാണ്. അല്ലെങ്കിൽ സാത്താൻ നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജഡവും നമ്മുടെ സ്വയവും സജീവമാണെങ്കിൽ സാത്താൻ പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവം ഇത് രണ്ടും ഒരു മരണത്തിലേക്ക് വിധേയപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദൈവം അതിനോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് തന്റെ ജനത്തിന് തടസ്സം നിൽക്കുന്ന യോർദാൻ നദിയെ കർത്താവ് പെട്ടെന്ന് നിർത്താൻ കാരണം അവിടെ സർവഭൂമിയുടെ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ഉടനെ രണ്ടായിട്ട് പിരിഞ്ഞു. तो विश्वासियों के जीवन में जो सबसे जो दो बड़े कार्य जो शैतान इस्तेमाल करके विश्वासियों को गिराने का कोशिश करता है, एक है उनका शारीरिक प्रकृति का स्वभाव और दूसरा है उनका स्वयं का स्वभाव जिसमें शैतान लाभ उठाता है. परंतु एक विश्वासी के जीवन में प्रभु का वचन के आधार पर प्रभु जब कार्य करते समय में तुरंत है प्रभु उसमें उस उलझन से हमें प्रभु बचाता है. इसलिए वो यर्दन का अनुभव और लाल समुद्र का अनुभव जो शारीरिक प्रकृति का स्वभाव और हमारा स्वयं का स्वभाव को पटाख से क्रूस में उसको खत्म करना बहुत अनिवार्य है. तो यहाँ पर हम देखते हैं कि जैसे ही याजक लोगों ने जो संदूक उठाते जाते समय में यर्दन नदी पर पैर रखा, तुरंत वहां पर हम देखते हैं कि क्या हुआ कि उस नदी का बहाव रुक गया, थम गया. ഇവിടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പുരോഹിതന്മാരെ അവരുടെ തോളിൽ പെട്ടകം ചുമക്കുന്ന ഒരു നമ്മളെ അറിയാം ഉസ മരിക്കാൻ കാര്യം എന്താണ്? യഹോവയുടെ പെട്ടകം വ്യവസ്ഥ പ്രകാരം പുരോഹിതന്മാർ ചുമക്കാതെ ഉസ അതിന്മേൽ പിടിച്ചതാണ് ദൈവകോപമുള്ളവായ. അത് പെട്ടെന്ന് യഹോവയുടെ കോപം അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. तो यहाँ पर संदूक के विषय में हम जब खास रीति से जब प्रभु के जो चुने हुए जो नियुक्त किए हुए याजक लोगों ने जब वो संदूक उठाकर यर्दन नदी पर आते समय पर है, तुरंत वहां पर क्या हुआ, वो नदी का बहाव वहां पर थम गया. इसी रीति से हम देखते हैं कि संदूक बहुत ही मूल्य कार्य है जो प्रभु उस वस्तु को प्रभु देखता है. इसके लिए उषा ने जब वो संदूक गिरते समय में उषा ने किया हुआ गलती क्या था, वो पकड़ने गया तो क्योंकि वो नियुक्त याजक नहीं होने की वजह से वो पकड़ने गया तो परमेश्वर का क्रोध वहां पर आया और वो क्रोध तुरंत वहां पर परमेश्वर का न्याय आया करके वो भी बात को हम देखते हैं वहां पे. അപ്പോൾ ഈ ദൈവപ്പെട്ടകം നമ്മുടെ കർത്താവിനെയാണ് കാണിക്കുന്നത്. तो जो ये संदूक है वो प्रभु यीशु मसीह को दर्शाता है. അത് പെട്ടകം ചുമക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക സഭയുടെ സഹോദരന്മാര് അല്ലെങ്കിൽ ഐക്യത്തിൽ നിൽക്കുന്ന സഹോദരന്മാര് ഐക്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ വഹിക്കുകയും ക്രിസ്തുവിനെ ചുമക്കുകയും ചെയ്യാൻ അവർ തയ്യാറായാൽ ആ നിമിഷം അല്ലെങ്കിൽ അവർ ഒരുമനപ്പെടുമ്പോൾ ഐക്യത വരുമ്പോൾ പിന്നെ ദൈവത്തിന് ഒട്ടും താമസമില്ല പ്രവർത്തിക്കാൻ. കാരണം യോർദാനിലെ വെള്ളമാണെങ്കിലും ശത്രു കൊണ്ടുവരുന്ന ഏത് പ്രയാസമാണെങ്കിലും ഉടനെ തന്നെ അത് ക്രോസ് ചെയ്ത് അതിന് കടന്നു പോകാനുള്ള വഴി ദൈവം തുറക്കുകയാണ്. तो जो वाचा का संदूक को उठाने वाले नियुक्त किए हुए याजक मतलब नए नियम में कौन है? वो मंडली के वो प्रभु के दास लोग हैं या वो संत लोग हैं जो एक मन होकर प्रभु का वचन को थामे रहकर मंडली का हिफाजत के लिए खड़े रहने वाले लोग, जो प्राचीन लोग हैं.
तो जब मंडली में प्रभु के भाई लोग, जो प्राचीन लोग एक एकत्र होकर वचन के लिए एक मन होकर खड़े रहेंगे, तो चाहे कितना भी बड़ा तकलीफ आने दो या यर्दन का नदी पार आने दो, प्रभु हमारे साथ होने की वजह से प्रभु तुरंत हमें उस कलीसिया को, उस मंडली को उस परिस्थिति से पार कराकर उस पार लेकर जाने का कार्य प्रभु तुरंत करेगा। കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവ് പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം. അപ്പം ഐക്യത്തിൽ തികഞ്ഞവരായി തീരണമെന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ പെട്ടകം ചുവന്നപ്പോൾ അവരെല്ലാവരും ഐക്യത്തിൽ ഒരുമിച്ച് നിന്നപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് യോർദാനിലെ നദി രണ്ടായിട്ട് തുറക്കുകയാണ്. കാരണം അവിടെ താമസം വന്നില്ല, പെട്ടെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ. तो प्रभु ने यूहन्ना 17 में जब प्रभु ने प्रार्थना किया था, तब उन्होंने प्रभु का प्रार्थना में विषय यह था कि वो कहता है पिता से कि हे पिता, जैसे हम एक है वैसे वे लोग भी हम में एक हो जाए करके, इस रीति से एकता में बने रहने का प्रार्थना का इच्छा प्रभु हमेशा रखता था और प्रार्थना भी वैसा किया। तो यही घटना वहां पर हुआ जब संदूक को लेकर जब याजक लोग एक मन होकर एक साथ जब वो लोग ने यर्दन पर पांव रखा, तुरंत उस समय में क्या हो गया? यर्दन के ऊपर से रखने की वजह से उसका जो जल, जो बहना का जल था, वो थम गया। അപ്പോൾ നമ്മള് കർത്താവാണ് മുമ്പിൽ പോകേണ്ടത്. तो प्रभु है वास्तव में आगे जाना चाहिए। അപ്പോൾ പെട്ടകം മുമ്പിൽ പോയപ്പോൾ ജനം എന്ത് ചെയ്തു? അതിന്റെ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 3:14 വായിക്കുമ്പോൾ, तो जैसे ही प्रभु आगे गया तो उसके पीछे लोगों ने क्या किया, वो है हम 14 में हम पढ़ते हैं। അവിടെ അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം ജനത്തെ സംബന്ധിച്ചോളം കർത്താവ് മുമ്പേ പോയത് കൊണ്ട് പിന്നെ അവരെ സംബന്ധിച്ചോളം യോർദാൻ കടക്കുന്നതിന് പ്രയാസം ഉണ്ടായില്ല. तो वहां पर 14 में हम पढ़ते हैं कि सो क्या हो गया कि प्रजा के लोग भी अपने डेरों को यर्दन पार जाने के लिए वो लोग भी कूच किया। तो मतलब वो लोग भी शुरुआत किया यात्रा करने के लिए, क्योंकि जैसे ही उन लोग ने आगे, हमारा प्रभु आगे जा रहा है करके ये बात का बोध्य लोगों को हुआ, तो तुरंत ही लोगों को धैर्य मिला उस नदी को पार करने के लिए। ജനം വെള്ളം കണ്ടിട്ട് തങ്ങളിലേക്ക് നോക്കി ഞങ്ങൾക്ക് ഇതെങ്ങനെ കടക്കാൻ കഴിയും എന്ന് ഭാരപ്പെടുകയല്ല ചെയ്തത്. ജനം പെട്ടകത്തെയാണ് നോക്കിയത്. പെട്ടകം മുമ്പേ പോയെങ്കിൽ അവർക്ക് വഴി തുറന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ. അപ്പൊ നമുക്ക് കർത്താവ് നമുക്ക് മുമ്പേ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന കൂട്ടായ്മയിൽ സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ഒരുമിച്ച് ഐക്യതയോടെ ഒരേ ചിന്തയോടെ ആണെങ്കിൽ അവിടെ സഭയ്ക്ക് എതിരിടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിക്കാൻ കഴിയും. എന്നാൽ ഭിന്നത വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടകം ചുമക്കാനുള്ള ആരും ഇല്ലാതെ വരുന്നു. അപ്പൊ പെട്ടകം നമ്മൾ തോളിൽ വഹിക്കുന്ന ഒരു പൗരോഹിത്യ വൃന്ദമായിട്ടാണ് സഭയിലുള്ള എല്ലാവരെയും ആക്കിയിരിക്കുന്നത്. तो जैसी लोगों ने यात्रा करने शुरू करते समय में उन लोग ने आपस में नहीं देखा, जबकि उन लोग ने देखा कि नियम का संदूक आगे बढ़ रहा है, तो तब वो वाचा का संदूक आगे बढ़ रहा है, तो वो लोग भी उसमें तुरंत सहयोग होकर उसके पीछे पीछे हो गए। कभी वो लोग ने संदेह नहीं किया, तो वो एकता उन लोग ने आपस में बनाए रखा। यही बात है कलीसिया के जीवन में भी, प्रभु मंडली का चाल चलन के जीवन में भी भाइयों के विषय में प्रभु ये मंडली से प्रभु आग्रह रखता है कि भाई लोग का हमेशा का एकता में बना रहना बहुत जरूरी है। उस एकता में बने रहकर जब हम लोग प्रार्थना का जीवन बनाए रखने से क्या होता है कि उसको कलीसिया का लाभ मिलता है। परंतु जहां पर फूट और ईर्ष्या और संदेह रहा, तो उसमें ऐसे परिस्थिति में प्रभु का आशीष का लाभ उठा नहीं पाएंगे हम। അപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 4:2 വായിക്കുമ്പോൾ സഭയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. एफेसो 4:2 के अनुसार पढ़ते समय में हम देखते हैं कि कलीसिया में कभी कभी तकलीफ या प्रयास आ सकता है। എന്നാൽ പൂർണ്ണ വിനയത്തോടെ അവിടെ വായിക്കുകയാണ്, സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, എന്നിട്ട് അന്യോന്യം പൊറുത്തിട്ട് എന്ത് ചെയ്യണം? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുക. അപ്പൊ നമ്മള് ഒരു സഭയിൽ ഭിന്നിപ്പുണ്ടാകാതെ സഹോദരന്മാരെ തമ്മിൽ എപ്പോഴും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ സഭയ്ക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ആത്മാവിന്റെ ഐക്യത, പരിശുദ്ധാത്മാവിന്റെ ഐക്യത എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് ഐക്യമായിട്ട് വരണം. അപ്പൊ അതാണ് കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത്.
പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകണം. അതാണ് सारी സമാധാന दी- ബന്ധം. सारी दीनता और नम्रता सहित और धीरज धरकर प्रेम से एक दूसरे को सह लो। और फिर वाक्य 3 में कहता है कि और मेल का बंधन में आत्मा की एकता रखने का यत्न करो। तो वहां पर तो ये प्रभु के विश्वासियों को मंडली में भाईचारे को बनाए रखने के लिए वहां पर यत्न करने को कहता है, क्योंकि जब भाई लोग मंडली में एकता में जब बना रहकर, एकता यानी कि पवित्र आत्मा का एकता में बंधन में रहने का यत्न करना है। उस एकता में बने रहते समय में क्या होता है कि कलीसिया में जो भी प्रकार का विरुद्ध बातें अगर सामने खड़ा होकर आया तो भी प्रभु का सहायता उस मंडली पर रहेगा जहां पर भाई लोग एक है, और वो लोग आसानी से उसको उस पार करने को हो पाएगा करके ऐसा प्रभु का ऐसा अवस्था प्रभु विश्वासी लोगों के जीवन में लाता है, वो मंडली का जीवन में लाता है। इसलिए प्रभु का प्रार्थना था कि जैसे हम पिता एक है वैसे वे लोग भी हमारे साथ एक हो जाए। പുരോഹിതന്മാരെ ഐക്യതയോടെ സ്നേഹത്തോടെ പെട്ടകം ഒരേപോലെ ആ പെട്ടകം ചുമക്കുമ്പോൾ പുറകെ വരുന്ന ജനം അത് കാണുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ ആ യോർദാൻ കടന്ന് അക്കരെ അല്ലെങ്കിൽ പ്രവേശിക്കാനുള്ള ഒരു വഴി നമുക്ക് അവിടെ തുറക്കപ്പെടുകയാണ്. तो जब याजक लोग जब वो लोग जो वाचा का जब संदूक है उसको वो लोग एकत्र होकर एक मन होकर सारा याजक लोग मिलकर जब एक एक हर एक मन से जब वो लोग कदम बढ़ा आगे बढ़ाते बढ़ाते एक साथ जब वो लोग चलते समय में उसका लाभ क्या होगा, पीछे आने वाला प्रजा जब वो लोग देखता है कि संदूक आगे बढ़ रहा है तो वो उन लोगों को आनंद मिलकर उनको भी धैर्य मिलता है पार यर्दन नदी को पार करने के लिए। നമ്മൾ കർത്തൃമേശയിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും ആ പെട്ടകം ചുമക്കുന്നത് പോലെയാണ്. കാരണം അവിടെ നമ്മള് മരണം വിട്ട് നമ്മുടെ സ്വയം ചത്തു, നമ്മുടെ ഞാനല്ല ക്രിസ്തു അത്രയല്ല, നമ്മളെ തന്നെ മറന്നിട്ട് നമ്മൾ എല്ലാവരും മേശയിലേക്ക് നോക്കുകയാണ്. കർത്താവ് കടന്നുപോയ വഴിയിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, ഞാൻ വരുന്നത് വരെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്നുള്ളത് ഇന്ന് നമ്മുടേതായിരിക്കുന്ന സ്വയം തകർന്ന് യോർദാൻ അത് നമ്മുടെ ചെങ്കടൽ കടന്ന് യോർദാൻ കടന്ന് അല്ലെങ്കിൽ ഐക്യതയോടെ ദൈവത്തെ ഒരുമിച്ച് ഏകാത്മാവിൽ ആരാധിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മള് ഈ യോർദാൻ കടക്കുക എന്നുള്ളത്. ഓരോ പ്രാവശ്യവും യോർദാൻ കടക്കുമ്പോഴും ഓരോ കൂട്ടായ്മ കഴിയും തോറും നമ്മളിലെ സ്വയം കുറഞ്ഞ് നമുക്ക് യോർദാൻ രണ്ടായിട്ട് പിരിയുന്ന അല്ലെങ്കിൽ നമുക്ക് മാർഗതടസ്സം ഇല്ലാതെ വരുന്ന സഹോദര ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്ന ഒരു കൂട്ടായ്മയാണ്, പൗരോഹിത്യ വൃന്ദമാണ് നമ്മളെ കർത്താവ് ആ വൃന്ദമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ तो हम लोग नए नियम में कलीसिया को देखते समय में मंडली में क्या हम देखते हैं कि ये वाचा का संदूक का जो बोझ है वो हर एक नए नियम के विश्वासी उठाता है। मतलब हर एक नए नियम का विश्वासी जो याजकीय सेवा में है, हम सब लोग एक साथ मिलकर एक मन होकर है हम लोग संदूक उठाकर हम लोग आगे बढ़ रहे हैं। तो उस संदूक को जब हम लोग प्रभु की उपस्थिति में आते समय में, हम उस मेज को देखते समय में हम सब प्रभु यीशु मसीह ने हमारे लिए क्या कार्य किया है ये बात को देखते हैं, समझते हैं, एक मन होकर उस विषय में हम लोग समझकर हम लोग आगे बढ़ते रहते हैं। तो इस रीति से मंडली में आते समय में दो बातों का अवस्था विश्वासियों के जीवन में आना है। एक है कि उनका जो शारीरिक प्रकृति है वो क्रूस में खत्म होना, और दूसरा है कि उनका स्वयं का स्वभाव को क्रूस में खत्म करना। उसी को हम कहते हैं कि लाल समुद्र पार करना जो हमारा शरीर का प्रकृति को दिखाता है, और यर्दन नदी को पार करना जो हमारा स्वयं का स्वभाव को दिखाता है। ये दोनों को क्रूस में खत्म करने से ही भाई लोग को मंडली में एक साथ बने रहकर भाईचारे के साथ बने रहने का अवस्था होता है। അപ്പോൾ ആത്മാവിന്റെ ഐക്യത, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ധാരാളമായ സഹായം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കുന്നത്, അതിന് ദൈവം എന്താണ് ചെയ്യുന്നത്, അതിനും ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് വരാം. तो आत्मा का एकता का बंधन में बने रहना का अवस्था वो प्रभु यीशु मसीह प्रभु करता है विश्वासियों के जीवन में। ये एकता का लाभ, आत्मा का एकता का लाभ प्रभु लाता है। तो वो किस रीति से करता है करके, और ये काम भी प्रभु फुर्ती से जल्दी से करता है करके ये विषय में हम पढ़ेंगे वचन में। അപ്പം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അവർക്ക് വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടായി. जब इजरायली लोग वो लोग जंगल में मरुभूमि में यात्रा करते समय में उनको पानी का कमी हुआ। ജനത്തിന് വെള്ളത്തിന്റെ ക്ഷാമം ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒട്ടും അത് ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ഉടനെ ഇടപെടണം. और ये पानी का ये समस्या जब आया तो
प्रभु को, यहोवा परमेश्वर को इस समस्या को ज्यादा समय तक उसको खींचना नहीं प्रभु परमेश्वर का आग्रह था। प्रभु इसका जो अवस्था है या इसका जल्दी से जल्दी उसका उपाय लाना प्रभु चाहता था। അതിന് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവം ഉടനെ പ്രവർത്തിക്കുന്നതിന് ദൈവം പറഞ്ഞു കൊടുത്ത വഴിയാണ് നമ്മള് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. तो इसके लिए प्रभु ने जो तुरंत हल निकाला हुआ बात है जो हम लोग पढ़ेंगे निर्गमन का पुस्तक का 17 अध्याय में 17-ന്റെ 6-ാം വാക്യം. उसका 6 में हम पढ़ते हैं. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അവിടെ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് എന്റെ ഒരു അടയാളം, ഒരു ഇത് നമുക്ക് മാർഗനിർദ്ദേശത്തിനായിട്ടാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഇതുപോലെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ അവിടെ रीति से प्रभु तुरंत वहां पर प्रभु कार्य करता है करके इस वचन में पढ़ते समय में नए नियम में भी ये हमको आत्मा में यही बात लागू होता है. അപ്പൊ 17-ന്റെ 1-ൽ വായിക്കുന്നുണ്ട്, 17 का 1 में हम इस रीति से पढ़ते हैं कि അവര് സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. वो लोग मरुभूमि से, जो सीन मरुभूमि से वो लोग आगे बढ़े, അവര് രഫീബീമിൽ എത്തി. और वो लोग रहीबीत में पहुंच गए. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. और क्या हो गया कि उधर लोगों को पानी पीने के लिए नहीं मिला. ഓക്കെ, അപ്പം എന്താണ് ദൈവം പെട്ടെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? കാരണം നമ്മുടേതായിരിക്കുന്ന അർജന്റ് കാര്യങ്ങളിൽ ദൈവം പെട്ടെന്ന് ഇടപെടുകയും ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. तो यहाँ पर किस रीति से प्रभु ये समस्या का हल करता है? वो तुरंत करता है. जब विश्वासियों के जीवन में कुछ भी समस्या आए तो उसका हल प्रभु क्या करेगा? तुरंत उसमें प्रभु हल निकालता है. ഇവിടെ അപ്പൊ നമ്മൾ അതിന്റെ 17-ന്റെ 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്. और उसका 6 में हम पढ़ते हैं, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. वहां पर देख मैं तेरे आगे में चलकर जो होरेब पहाड़ के एक चट्टान पर खड़ा रहूंगा. നീ പാറയെ അടിക്കണം, और तू उस चट्टान को मारना, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. तब उसमें से पानी निकलकर जिसे लोग पिएंगे, और तुरंत निकलकर वो लोग पी सकेंगे. ഉടനെ പുറപ്പെടും. तो पानी निकलेगा जिससे ये लोग पिएंगे. तो तुरंत നമുക്കിത് അറിയാം. നമുക്കത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവാണെന്നും അവിടെ ഒഴുകിയ വെള്ളം പരിശുദ്ധാത്മാവാണെന്നും നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. पहला कोरिन्थी 10वां अध्याय में पढ़ते समय में हम देखते हैं कि वो मारा हुआ चट्टान जो है वो मसीह को दर्शाता है, और जो पानी जो बहकर आया है वो पवित्र आत्मा को दर्शाता है. ഇത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ അപാകത, അല്ലെ ആത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ സമാധാനം, ആത്മാവിന്റെ ഐക്യത, സഹോദരന്മാരുമായി കൂട്ടായ്മ, ഇവിടെയും തത്വം ഒന്ന് തന്നെയാണ്. നമ്മൾ ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. ക്രൂശിക്കപ്പെടാൻ അവിടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ആത്മാവിനെ നമുക്ക് ലഭിച്ചു. നമ്മള് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടിയിരിക്കെ ഞാൻ നിങ്ങൾക്ക് ആത്മാവ് വേറെ രീതിയിൽ എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പം ക്രിസ്തുവിന്റെ ക്രൂശീകരണം നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ പെട്ടെന്ന് ക്രിസ്തുവിൽ നിന്നും ലഭിക്കുന്ന നിത്യജീവന്റെ അനുഭവമായ, അല്ലെങ്കിൽ ആ ജീവന്റെ അനുഭവമായ ആത്മാവിന്റെ ഒരു ഒഴുക്ക് നമ്മുടെ ഹൃദയത്തിൽ എത്തപ്പെടും. അപ്പൊ നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. ആത്മാവിന്റെ അപാകത വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ആത്മാവിന്റെ ഒരു പ്രസരിപ്പ് നമുക്കുണ്ടാവും. तो इसके लिए विश्वासियों के जीवन में जब प्रभु का आत्मा का कार्य जब होते समय में, इस कार्य की वजह से है लोगों के बीच में वो शांति और प्रेम का अनुभव होता है. परंतु इस बहाव में अगर रुक गया तो अभी क्या कर सकते हैं विश्वासी? तो उसके लिए वापस हमें उसी तत्व में आना है जैसे हमने पहला देखा, वो है क्रूस में हम खत्म हो गए हैं करके ये बात को देखना. जो हम लोग ने गलतियों का पुस्तक 3रा अध्याय में भी हम देखते हैं कि वहां पर प्रभु पौलुस गलात्य मंडली को पूछ रहा है कि हे मूर्ख गलातियों, तुमको किसने पवित्र आत्मा का विषय में तुमको ये बात बताया कि और ये विश्वास करने के द्वारा है हमको मिलता है करके, क्या तुम ये नहीं समझते क्या? तो विश्वासियों के जीवन में वापस वो बहाव को लाने के लिए क्रूस में चढ़ाया हुआ प्रभु का कार्य के द्वारा वो विश्वासी के जीवन में क्या उसका परिणाम हुआ है करके ये बात जानते समय में कि मैं उस क्रूस में खत्म हो गया, क्रूसित हो चुका हूं करके, इस बोध्य से क्या होता है, समझ से क्या होगा ज्ञान के द्वारा कि उसको वापस वो आत्मा का बहाव तो वापस बहने के लिए हो जाता है. അപ്പോൾ പൗലോസിന് ഈ ആത്മാവിന്റെ തുടർമാനമായ ഒരു നിറവ് കിട്ടിക്കൊണ്ടിരുന്നത് അവൻ പറയുന്നു 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ
ഞാൻ എന്റെ വാക്കിന്റെ പ്രാഗൽഭ്യമോ വചനത്തിന്റെ പാണ്ഡിത്യമോ കാണിക്കാനല്ല ഞാൻ നിങ്ങളുടെ അടുക്കലായിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എനിക്ക് അറിയണം. അതായത് പിന്നെയും പിന്നെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശിക്കിലേക്ക് നോക്കുമ്പോൾ തന്റെ ഉള്ളിൽ ആത്മാവ് നിറയുന്ന അനുഭവത്തിലേക്ക് താൻ എത്തപ്പെട്ടത് തന്റെ അനുഭവത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം ഉടനെ അത് ചെയ്യുന്ന കാര്യമാണ്. तो इसीलिए पौलुस भी को जब ये आत्मा का बहाव का या प्रवाह का अनुभव जब उसको व्यक्तिगत रीति से मिलने लगा, तो वो फिर वही एक क्रूस का बात के अलावा और कुछ जानना नहीं चाहता था. इसके लिए वो पहला कोरिन्थियों 2 का 1-2 में पढ़ते समय में वो भाइयों से वहां पर कहता है कि जब मैं तुम्हारे बीच में आया तो मनुष्य का ज्ञान का बातों के लिए या उससे बोलने के लिए नहीं आया, बल्कि मैं एक बात को ठानते हुए तुम्हारे बीच में आया कि वरन मैं क्रूस को मैं पर चढ़ाया हुआ मसीह को छोड़ और किसी भी बात को मैं ना जानूं. तो पौलुस जितना जितना आत्मा का बहाव उसके अंदर बढ़ता रहा, उतना उतना वो प्रभु का क्रूस को ताबे रहकर उसी में बना रहने का कार्य में वो कार्य में आगे बढ़ता रहा. അതിന്റെ 4-ാം വാക്യത്തിൽ 1 Korinത്യർ 2:4 വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, पहला कोरिन्थियों 2 का 4 में इस रीति से कहता है, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ അറിയുമ്പോൾ, അവിടെ 4-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. അപ്പോൾ തന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാൻ ആത്മനിറവ് ആവശ്യമാണെന്നും അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുന്നതാണ് അതിന്റെ അടിസ്ഥാനമെന്നും ക്രൂശിലേക്ക് നോക്കുമ്പോൾ തൽക്ഷണം തന്നിലേക്ക് ആത്മാവിന്റെ നിറവ് തനിക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവിടെ ഒരു കാര്യം കൂടെ താൻ അവിടെ ചെയ്യുന്നുണ്ട്. എന്റെ ജ്ഞാനം, ക്രൂശ് പ്രസംഗിക്കുമ്പോൾ എന്റെ ജ്ഞാനം വരാതിരിക്കാൻ അത് എന്നെ തന്നെ ഞാൻ ഭയപ്പെട്ടു. കാരണം അവിടെ ഞാൻ ബലഹീനതയോടും വളരെ ഞെരുക്കത്തോടും നടുക്കത്തോടും ഇരുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് എന്റെ ജ്ഞാനം ഉണ്ടാകരുത്, നിങ്ങളുടെ വിശ്വാസത്തിന് പരിശുദ്ധാത്മാ ശക്തിയാൽ ഉളവാകുന്ന ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് പൗലോസിന്റെ കൺസേൺ. तो पौलुस वहां पर इसके लिए कोरिन्थियों मंडली पे जब वो रहते समय में वो जितना जितना प्रभु का आत्मा का बहाव में वो बहता रहा, उतना उतना क्रूस का गहराई को वो समझकर वो उनके बीच में बोलने लगा 2 का 4 में कि मेरा वचन और मेरा प्रचार में ज्ञान की लुभाने वाली बातें नहीं, परंतु आत्मा और सामर्थ का प्रमाण था. तो मतलब क्या है कि पौलुस को जब उनके बीच में रहते समय में वो प्रभु का वचन को आत्मा में वो भरने के वजह से उसको ये लोगों को सच्चा वचन बताने को हुआ. तो आत्मा में वो कैसा भर पाया, ये उसको जितना जितना वो क्रूस पर मनन करता रहा तब उसको वो तत्व मालूम पड़ा कि क्रूस में बना रहने के वजह से क्या होता है, आत्मा का प्रमाण उसमें और बलवंत होते रहता है, जिसके वजह से वो कोई मनुष्य को लुभाने वाला स्वयं की बातों से नहीं बल्कि प्रभु का आत्मा का सामर्थ्य से वो बातें करता था. इसके लिए वो जब विश्वासियों के बीच में जब आते समय में वो डरते हुए कांपते हुए आया, क्योंकि वो डरता था कि वो कोई अपना स्वयं का मनुष्य के सामर्थ्य को जो के सामर्थ्य से अगर बोला तो उसका कुछ लाभ नहीं होगा. तो मेरा सामर्थ्य मेरा स्वयं कुछ भी लोगों के बीच में सब प्रकट नहीं होना है, प्रभु का आत्मा का सामर्थ्य प्रकट होना चाहिए करके, इसलिए वो कांपते हुए प्रभु पर आश्रय करते हुए वो बना रहा है, जिसके वजह से आत्मा का प्रमाण उसमें और अधिक कार्य होता रहा. അപ്പൊ പൗലോസ് റോമാലേഖനം 6:5 വാക്യത്തിൽ ഒരു ജീവന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കണമെങ്കിൽ, ആത്മാവിന്റെ ഒരു ഉണർവിൽ നടക്കണമെങ്കിൽ ക്രൂശിനോടുള്ള ഏകീഭാവം ആവശ്യമാണ്. ക്രൂശിനോട് അതിന്റെ 6:5 വാക്യത്തിൽ അതാണ് പൗലോസ് പറയുന്നത്. तो रोमियो 6 का 5 में वहां पर क्रूस अगर हमको पुनरुत्थान का एक नयापन का ताजगी में अगर हमें बना रहना है या नयापन में अगर हमको चलना है तो मृत्यु में हमें एक होना जरूरी है करके वहां पर हम पढ़ते हैं. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുന്നുവെങ്കിൽ, तो यदि हम लोग उसकी मृत्यु की समानता में उसके साथ जुड़ गए तो നമുക്ക് പുനരുദ്ധാനത്തിലാണ് ആത്മാവിന്റെ വ്യാപാരം നമ്മൾ ഗുണം. കാരണം ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോഴാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശ് നമ്മളെ അവസാനിപ്പിക്കുമ്പോഴാണ് ആത്മാവ് നമ്മളിൽ ആരംഭിക്കുന്നത്. तो निश्चय है कि उसके जी उठने में भी हम उसमें जुट जाएंगे. तो वो क्या होता है कि पुनरुत्थान में है प्रभु का आत्मा का जो सामर्थ का जो लाभ हर एक विश्वासियों को लाभ उठाने को हो पाता है. റോമലേഖനം 8:3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പാപത്തെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ തന്റെ വിശുദ്ധ ശരീരത്തിൽ ന്യായം വിധിച്ചുവെങ്കിൽ
ഉടനെ ആത്മാവിലുള്ള ഒരു ജീവിതം നമ്മളിൽ ആരംഭിക്കുകയാണ്. तो रोमियो का पुस्तक 8 का जो 3 में पढ़ते हैं समय में वहां पर हम देखते हैं कि जब प्रभु ने हमारा पापों को अपना पवित्र देह में जब उठाकर उसके ऊपर दंड की आज्ञा दे दिया, तो तुरंत हमें क्या हो गया कि आत्मा का कार्य का जीवन का लाभ हमें उसमें मिला. അപ്പം 8-ന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആത്മാവ് പെട്ടെന്ന് നമ്മളിൽ വ്യാപരിക്കുന്നത് ക്രൂശീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ റോമാലേഖനം 8-ന്റെ 3-ാം വാക്യത്തിൽ तो रोमियो 8 का 3 और 4 जब साथ में पढ़ते हैं समय में, जब मसीह में उस क्रूज का बात का विषय को जब हम लोग ध्यान कर कर उसमें जब हम लोग मनन होकर उसका अर्थ को जब हम लोग समझेंगे, तो ही आत्मा का बहाव का इफेक्ट और कार्य वो विश्वासी के जीवन में होगा. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ഉടനെ പറയുകയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച്. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനേക്ക് നമ്മള് നോക്കുമ്പോൾ നമ്മളിലുള്ള പെട്ടെന്നുള്ള ഒരു 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 ഉദാഹരണം, പെട്ടെന്നുള്ള ഒരു ജീവന്റെ പകർച്ച, അത് പരിശുദ്ധാത്മാവിലുള്ള നവീകരണമാണ്. तो वो इसके लिए कि जब हम लोग रोमियो 8 का 3 में पढ़ते समय में प्रभु पिता परमेश्वर को ये भाया कि अपना पुत्र को पाप में शरीर का देह के समानता में बेचकर और पाप का बलिदान होने के लिए बेचकर शरीर में अपने प्रभु के ही शरीर में पाप पर दंड की आज्ञा कर दी, जिसके वजह से क्या हो गया है कि अभी हम लोग जो ये व्यवस्था का ये विधि जो शरीर के अनुसार नहीं परंतु आत्मा के अनुसार चलने वालों के अंदर ही ये पूरा होता है. तो यानी कि तुरंत जैसा एक विश्वासी ये बात का क्रूज का कार्य को जब अनुभव कर जब मैं विश्वास करता हूँ और वो देखता हूँ कि मैं मसीह के साथ क्रूज पर मरा हूं, तो तुरंत वो पुनरुद्धान का और आत्मा का नयापन का सामर्थ्य का कार्य उसके जीवन में अनुभव करता है. ഈ കാര്യം തന്നെ നമ്മൾ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തീത്തോസ് 3-ന്റെ 4-ാം വാക്യം, तीतोस 3 का 4 में जब हम पढ़ते हैं, 3, 4, 5, 6-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. തീത്തോസ് 3-ന്റെ 6-ാം വാക്യം, 3 का 6 में, हिंदी में 5 है. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട്, ഈ പുനർജനന സ്നാനം ഉദ്ദേശിക്കുന്ന വീണ്ടും ജനനത്തെ കുറിച്ചാണ്, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അപ്പോൾ ക്രിസ്തു മൂലം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് നവീകരിക്കാൻ, നമ്മളെ എപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ, ആത്മാവിന്റെ പ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തപ്പെടുവാൻ നാം ക്രൂശിലേക്ക് നോക്കേണ്ടത്. ക്രൂശിൽ നോക്കുമ്പോൾ ഉടനെ തന്നെ ആത്മാവിന്റെ നവീകരണം നമ്മളിൽ നടക്കുകയും ചെയ്യും. तो वहां पर तो इससे हमारा उद्धार किया कि धर्म के कामों के कारण नहीं जो जिसमें हमें आप करते हैं, परंतु आप ही ने उसने अपने अनुसार किया, जिसकी वजह से प्रभु यीशु मसीह ने वो कार्य करने के वजह से क्या हो गया, हमको नया जन्म का स्नान मिला. तो ये नया जन्म का स्नान क्या है कि विश्वासी को नया जन्म का अनुभव प्रभु यीशु मसीह के उस क्रूस के बलिदान के द्वारा मिला. और जैसे ही वो विश्वासी को नया जन्म का स्नान हो गया है, उसको उद्धार मिल गया आत्मा में, तुरंत उसको क्या मिला, पवित्र आत्मा में जो उसको नया बनने के का कार्य भी उसको हो रहा है. तो जैसे ही एक विश्वासी प्रभु यीशु मसीह का उस क्रूस का कार्य को वो देखता है तो और वो समझता है, तो उसी क्षण तुरंत ही पवित्र आत्मा का नया करने का कार्य भी उसके जीवन में होता है. ഇനി നമുക്ക് ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദൈവികമായ ഉദാഹരണം തനിക്ക് ലഭിക്കുകയും തന്റെ ഹൃദയം പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്ത ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ 63-ാം സങ്കീർത്തനത്തിലേക്ക് വരുന്നത്. हम लोग दाऊद के जीवन में इस रीति से तुरंत प्रभु का एक कार्य उसके जीवन में प्रभु करने की वजह से तुरंत उसको आश्वासन मिला करके एक भाग को हम पढ़ेंगे भजन संगीता 63 में. അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. അതിന്റെ 6-ാം വാക്യം, 63 का 6, അതിന്റെ 5 മുതൽ, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരുന്നു, എന്റെ വായ് സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നോക്കുക, അവിടെ 5ഉം 6ഉം വാക്യങ്ങള് തനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അനുഭവമാണ്. തന്റെ കിടക്കയിൽ കർത്താവിനെ ഓർക്കുകയും
കർത്താവ് ചെയ്ത പ്രവൃത്തിയെ ചിന്തിക്കുകയും ചെയ്തപ്പോൾ തന്റെ ദേഹിക്ക് ഒരു ആത്മീയമായ ഉത്തേജനവും സന്തോഷവും പെട്ടെന്ന് കിട്ടുകയാണ്. तो वहां पर 5 और 6 में पढ़ते समय में 6 में जब वहां पर दाऊद कहता है कि जब मैंने बिछौनी पर तेरा तुझे स्मरण किया और रात को एक एक पर को तेरा ध्यान किया, तो उसका इफेक्ट क्या हो गया। मेरे 5वां वाक्य में लिखा है कि मेरा जीव मानो चर्बी और चिकने भोजन से तृप्त हो गया और मेरा जय जयकार के तुझे जय जयकार करने के लिए तेरी स्तुति करने का अवस्था में वो पहुंच गया। तो जैसे ही जिस क्षण दाऊद ने प्रभु को विचार करने के लिए, स्मरण करने के लिए अपना समय दिया, तो तुरंत उसके जीवन में प्रभु का आत्मा का कार्य से भरकर उसका जीव में चर्बी और चिकनाई से का भोजन से वो तृप्त हो गया। मतलब तुरंत प्रभु का आत्मा का कार्य उसके प्राण में भी उसका अनुभव हो गया। രാത്രിയിൽ നമ്മൾ വിശ്രമത്തിനായി കിടക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ പെട്ടെന്ന് കർത്താവിൽ നിന്നുള്ള ഒരു ജീവന്റെ പകർച്ച തനിക്ക് അനുഭവപ്പെട്ടു. तो रात को सोते समय में जब उसने प्रभु को ध्यान किया, स्मरण किया, तो तुरंत उसको सोते समय में एक आनंद का अनुभव उसको मिला जो हर एक विश्वासियों के लिए है। താനത് രാജകൊട്ടാരത്തിലല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. तो अभी ये भजन लिखते समय में वो महल में नहीं है। അതിന്റെ ടൈറ്റിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ ഒരു സങ്കീർത്തനം, അവൻ യഹൂദ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ചമച്ചത്. അപ്പോൾ താൻ യഹൂദ മരുഭൂമിയിൽ ഒരു രാജകീയമായ ഉറക്കമോ സുരക്ഷിതത്വമോ ഭക്ഷണമോ ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ താൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ കർത്താവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ തനിക്ക് പാലസിലായിരിക്കുന്നതിനേക്കാളും ഉത്തമമായ ഒരു സന്തോഷം തന്റെ ഹൃദയത്തിൽ കിട്ടി. അത് പെട്ടെന്ന് കിട്ടിയൊരു കാര്യമാണ്. तो जब हम इसका टाइटल पढ़ते हैं समय में भजन संहिता 63, जिसमें लिखा है कि ये दाऊद का भजन है जो मरुभूमि में जंगल में रहते समय में उसने लिखा, तो इस अवस्था में जब वो रहते समय में, जब वो उस समय में उसको राज्य महल का कोई भी प्रकार का सुरक्षता नहीं, बिस्तर नहीं, बिछौनी कुछ भी नहीं है, परंतु वो जब रात को उसी जंगल में जब वहां पर लेटा और प्रभु के विषय में जब उसने मनन किया और स्मरण किया, तो जो आनंद और खुशी जो महल में भी नहीं मिल सकता था, उससे भी बढ़कर वाला एक तृप्तता और एक नींद, अच्छा नींद प्रभु ने उसको दिया। താനത് എന്തെങ്കിലും കിടക്കയിൽ താന് എന്തെങ്കിലും ഭൗമിക വിഷയത്തെ കുറിച്ചല്ല താൻ ചിന്തിച്ചത്. കാരണം ദൈവം അവനെ സ്വർഗീയമായ നിലയിൽ ദൈവം അവനെ കരുതുന്നതും ദൈവം അവനെ സ്നേഹിച്ചതും അവൻ ഓർക്കുകയാണ്. तो यार तो वो बिछाऊ में लेटते समय में संसार में मैं क्या कमाऊंगा, मुझे क्या क्या लाभ मिलेगा करके वो बात नहीं, बल्कि प्रभु में उसको आत्मिक रीति से और स्वर्ग की बातें क्या क्या है करके जब वो बात को उसने मनन किया, स्मरण किया, वो तभी है उसको असली आनंद मिला। 39ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 39 भजन संगीता में हम पढ़ते हैं, തന്റെ ഹൃദയം വളരെ തണുത്ത് അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഒരു ഉത്തേജനം ഇല്ലാതെ ഇരുന്നപ്പോൾ जब हृदय उसका ठंडा रहकर कोई भी प्रकार का आत्मिक उन्नति नहीं रहते समय में താൻ ചെയ്ത തനിക്ക് പെട്ടെന്ന് ഒരു ആത്മീയ ഉത്തേജനം കിട്ടിയ സംഭവം അവിടെയും പറയുന്നു. 39ന്റെ 2ാം വാക്യം, അതിന്റെ 2ാം വാക്യത്തിൽ उधर भी तुरंत जब उसने प्रभु पे ध्यान किया तो तुरंत उसको मिला हुआ आश्वासन का बात है। 39 का 2 से पढ़ते समय में हम देखते हैं താൻ പെട്ടെന്ന് എന്തെങ്കിലും കർത്താവിനോട് പറയുകയായിരുന്നില്ല. അവൻ മിണ്ടാതെ ഊമനായിരുന്നു. അല്പസമയം അവൻ ദൈവത്തെ കർത്താവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. तो उसने उसको कुछ प्रभु के पास जाकर उसने बोला नहीं, बल्कि उसने मौन धारण किया, यानी कि कुछ ना बोलते हुए मौन धारण करके प्रभु की उपस्थिति में प्रभु का बातों को वो याद करने लगा। അവിടെ 2ാം വാക്യത്തിൽ നന്മയെ ഗണ്യമാക്കാതെ എന്ന് പറഞ്ഞാല് ദൈവം എനിക്ക് ചെയ്ത ഭൗമികമായ എന്തെങ്കിലും നന്മയല്ല അവിടെ. പിന്നെയോ ദൈവം അവന്റെ നിത്യമായിട്ട് അവന് ചെയ്ത നന്മയെ അവന്റെ ഹൃദയത്തിൽ എത്തപ്പെടാൻ വേണ്ടി അവനെ ആഗ്രഹിക്കുകയാണ്. അവന് ആ നിലയിൽ ദൈവത്തെ ആഗ്രഹിച്ചു, ദൈവത്തെ തന്നെ അവൻ ആഗ്രഹിച്ചു. और भलाई की ओर के जो भी बात के लिए वो मतलब चुपी साधी रहा। मतलब यानी कि क्या है कि वो प्रभु ने जो उसके लिए भला किया है, मतलब भलाई मतलब कोई शारीरिक विषय का लाभ नहीं, बल्कि प्रभु ने उसके लिए जो बातें संभाल कर रखा है करके उस विषय के बात पर ही वो ध्यान कर उसी को उसमें वो बात को थामे रखा। അതിന്റെ 3ാം വാക്യത്തിൽ വായിക്കുന്നു, और फिर 3रा वाक्य में उसका परिणाम അങ്ങനെ ഓർക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ദൈവാത്മാവിന്റെ ഒരു ബേണിംഗ് സെൻസേഷൻ, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വ്യാപരിച്ച് അവന്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ച് ജീവനുള്ളവനാക്കി തീർന്നു.
और जैसे ही दाऊद ने प्रभु की उपस्थिति में प्रभु के बारे में जब वो मौन रखकर प्रभु के बारे में सोचने लगा और प्रभु ने किया हुआ भलाई बात को उस पर वो मनन करने लगा, तो तुरंत उसका इफेक्ट क्या हो गया कि उसका हृदय अंदर ही अंदर से जलने लगा। मतलब पवित्र आत्मा का जलने का कार्य उसके अंदर, वो एक ठंडक और एक सुकून प्रभु का अंदर उसके आत्मा उसके प्राण में एक सुकून का अनुभव उसको प्रभु दिया। തന്റെ ഭക്തന്മാരുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കുക, നമ്മൾ അവനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിന് ചൂട് പിടിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു നിറവ് ഹൃദയത്തിൽ സംഭവിക്കുകയും, ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നേരത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ഹൃദയം മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വന്നപ്പോൾ ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിച്ചു. तो इसके लिए विश्वासियों के जीवन में है प्रभु का ये जो वाचा, जो ये प्रभु ने जो प्रतिज्ञा किया हुआ ये बात है कि हर एक विश्वासी जब सचमुच प्रभु की उपस्थिति में सच्चे मन से प्रभु को वो लोग याद करेंगे तो तुरंत उनका हृदय में प्रभु गर्मी कर देगा, यानी कि वो एक उत्तेजना से भरकर उसको आनंद से हर्ष से भरेगा। ऐसा आनंद और हर्ष से भर गया तो क्या होगा प्रियो, तब फिर उसका होठ तभी शाद नहीं रहेगा, बल्कि वो प्रभु को धन्यवाद करेगा। जैसा हमने इसका पहले का 63 भजन संगीता में भी दिखाया कि हृदय से भरकर मैं धन्यवाद देता रहा। അപ്പോൾ ദാവീദിന്റെ ഈ അനുഭവം വളരെ വ്യക്തിപരമായിട്ടാണ്. മറ്റേത് രണ്ട്, നമ്മളെ 3 സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, പെട്ടകം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു, അവിടെയും ദൈവം പ്രവർത്തിച്ചു. പിന്നീട് ദാഹജലത്തിനോടുള്ള ബന്ധത്തിൽ കോർപ്പറേറ്റ് ആയിട്ട് സഭയുടെ ആവശ്യമാണ്, അവിടെയും ദൈവം പ്രവർത്തിച്ചു. ഇവിടെ ദാവീദ് ഏകനായിട്ട് തന്റെ വ്യക്തിപരമായ ആവശ്യത്തോടുള്ള ബന്ധത്തിലും തന്നെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ഉടനെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. तो यहाँ पर हमने जो दाऊद का अनुभव को देखा वो व्यक्तिगत रीति का अनुभव को देखा है कि तुरंत जब उसने व्यक्तिगत रीति से प्रभु के ऊपर उपस्थिति में आश्रय किया और मनन किया तो तुरंत प्रभु का कार्य वहां पर हुआ। और जब सावित्रीय रीति से इजराइल का जीवन में भी हम देखते हैं, समय में यर्दन नदी का संदूक को लेकर यर्दन नदी का पार करना और वो लोग चट्टान से पानी पीना, ये सावित्रीय रीति से मतलब पूरा कलीसिया को साथ में मिलने वाला बात का अनुभव है। इन दोनों अवस्थाओं में जब प्रभु को एक मन होकर सावित्रीय रीति से एक मन होकर प्रभु पर ध्यान कर प्रभु पर मनन करना, स्मरण करना, और व्यक्तिगत रीति से अकेले प्रभु की उपस्थिति में रहकर मनन करते समय में दोनों को विश्वासियों के जीवन में दोनों अवस्थाओं में तुरंत प्रभु कार्य कर उनको जवाब देकर हल देता है। ദൈവത്തിന് ഒട്ടും താമസിക്കാൻ പറ്റില്ല, കാരണം തന്റെ ജനത്തിന്റെ ആവശ്യം പെട്ടെന്ന് നിവർത്തിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. तो प्रभु फुर्ती से कार्य करता है, प्रभु उसको देरी नहीं करता, बल्कि फुर्ती से प्रभु के लोगों को वो आश्वासन देकर उनके परिस्थिति से उनको लोगों को छुड़ाता है। ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൂടി ആയിരിക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഉണർവ് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. तो शायद हम लोग जैसा सोचा रहेगा वैसा बात ना होता हुआ रहेगा तो भी प्रभु लेकिन क्या चाहता है कि हमारे विश्वासी के जीवन के अंदर एक उत्तेजना आकर एक आनंद से भरकर अवस्था में उसमें जल्दी प्रभु कार्य करता है। അത് അന്നും ഇന്നും ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. തന്റെ ഭക്തന്മാരുടെ കാര്യങ്ങളിൽ ദൈവം പെട്ടെന്ന് പ്രവർത്തിക്കും. और वो उस दिन हो या आज हो, हमेशा प्रभु अपने भक्तों के विषय में प्रभु अपना बातों को पूरा करने के लिए फुर्ती से प्रभु कार्य करता है, देरी नहीं करता। ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. फिलिपियों का पुस्तक 4:6 हम लोग पढ़ेंगे। ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. और हम देखते हैं कि किसी की कोई भी बात पर हम चिंतित ना हो। നമുക്ക് പല ആവശ്യങ്ങളും നമുക്കുണ്ടാകാം. हम लोग को शायद बहुत से बातों का जरूरत हमको रहेगा, എന്നാൽ അവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നന്ദിയോടെ ദൈവത്തെ അറിയിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ഒരുപക്ഷെ ഉടനെ നടക്കണമെന്നില്ല, എന്നാൽ ദൈവം പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കും. तो किसी भी बात पर चिंता ना करना, बल्कि क्या करना, परंतु हर एक बात का तुम्हारा निवेदन प्रार्थना और विनती के द्वारा धन्यवाद के साथ, मतलब ये विषय हम लोग को धन्यवाद के साथ परमेश्वर की उपस्थिति में सम्मुख में अपेक्षा करते हुए रखना है। तो ऐसा हम लोग करेंगे तो सच्चा अवस्था में आत्मा में भरकर ये करेंगे तो शायद जो जिसके लिए हमने प्रार्थना किया होगा वो बात हमको शायद नहीं मिलेगा, तो भी क्या मिलेगा, लेकिन तुरंत क्या मिलने वाला वाक्य साथ में कि परमेश्वर की शांति और परमेश्वर का प्रेम और हमारा प्राण में ठंडक लाने का अवस्था को प्रभु पहला करता है।
ജീവനുള്ള ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ഉളവാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ കൂട്ടായ്മയുടെ ബലവും ജീവന്റെ പകർച്ചയും ഉണ്ടാകും. അതാണ് നമ്മളിൽ അടിയന്തരമായി ദൈവം ചെയ്യുന്നത്. तो जीवित परमेश्वर के साथ एक बार संबंध स्थापना हो गया तो उस जीवित परमेश्वर का जीवन का बहाव में शांति और आनंद का बातें रहेगा, सबसे पहला विश्वासी के जीवन में आता है। वो अनुभव विश्वासी को मिलना चाहिए। 7ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 7वां वाक्य में ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നന്ദിയോടെ അറിയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? जब हमारे विषय को, हमारे बातों को निवेदन करते हुए प्रार्थना के साथ धन्यवाद देकर प्रभु की उपस्थिति में अपेक्षा को अगर हम लोग समर्पण करेगा तो क्या होगा? वाक्य 7 में लिखा है, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉണ്ടോ? സകല ബുദ്ധി, ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നേടിയെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെയല്ല സമാധാനം. ദൈവത്തിന്റെ സമാധാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തപ്പെടുന്നു. तब क्या होगा? तो ऐसा निवेदन में जब अपेक्षा को प्रभु की उपस्थिति में प्रार्थना में जब हम लोग समर्पण करते हैं तो तब, मतलब ये तुरंत होने वाली बात है, तब परमेश्वर की शांति जो समझ के बिल्कुल परे है, मतलब हमें ये जो शांति मिलने का जो जरिया है ये हमारे समझ से बाहर है, क्योंकि ये परमेश्वर से मिलने वाला शांति है। प्रभु हमको ये शांति देता है, ये हम लोग सोचेंगे तो भी समझ में नहीं आएगा। ऐसा बड़ा कार्य है प्रभु हमारे जीवन में कर परमेश्वर का शांति क्या करेगा? हमारे हृदय को और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगा। ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. തന്റെ പുത്രനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഉടനെ ദൈവം അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മള് मसीह यीशु में है ये, हमको ये आशीष प्रभु पिता परमेश्वर तुरंत हर एक विश्वासियों को देता है। ये परमेश्वर का विश्वास योग्यता है जो विश्वासियों के जीवन में मसीह यीशु के द्वारा करता है। അപ്പൊ നമുക്ക് നമ്മള് ഒരു ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ ഉടനെ അല്ല ദൈവം തരുന്നത്. परंतु जब एक दुष्ट का विषय का जब दंड देने का बात आता हो तो वो बात को प्रभु कभी भी फुर्ती से नहीं करता। എന്നാല് നമ്മള് അതിന്റെ ശിക്ഷ കർത്താവ് അനുഭവിച്ചത് കൊണ്ട്, परंतु क्योंकि पापियों का जो सजा का जो दंड है उसका आज्ञा को प्रभु ने ले लिया है, നമുക്ക് നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും നമ്മുടെ ഹൃദയത്തെ ഉയർത്തിവെച്ച് ഹൃദയത്തെ എപ്പോഴും സന്തോഷമാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. तो क्योंकि प्रभु ने हमारा पापों को प्रभु ने लेकर, प्रभु ने क्रूस पर मरकर हमें दंड की आज्ञा से बचा लिया है, इसके लिए हमें वो लाभ क्या है कि प्रभु तुरंत हमें हर परिस्थिति, तकलीफ और वेदना के अवस्थे में, बीमारी का और रोगों का अवस्था में प्रभु हमारे हृदय को उठाकर हमारे जीवन में जो निराशा का अवस्था को हटाकर एक ठंडापन या एक सुकून का अनुभव विश्वासी के जीवन में पर्सनली उसके हृदय के अंदर प्रभु देने का कार्य तुरंत करने वाला एक बात है जो विश्वासी को देता है, उसका मनों को ठंडा करता है। അപ്പൊ ദൈവം ഈ കാര്യത്തിൽ ഒട്ടും നമുക്ക് വേണ്ടി താമസം വെക്കില്ല. കാരണം ഇത് നമ്മുടെ അത്യാവശ്യം. കാരണം കിടക്കയിൽ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയം ഉത്തേജിക്കപ്പെടുകയാണ്, സന്തോഷം കൊണ്ട് നിറയുകയാണ്. तो ये बात प्रियो विश्वासियों के जीवन में जो लाभ मिलना चाहिए, यानी कि उसका हृदय में प्रभु उनको एक खुशी और शांति से भरने का जो अनुभव है, ये बात देने के लिए प्रभु देरी नहीं करता, वो तुरंत करेगा। जब हम अपने बिछौनी में, बिस्तर में प्रभु को हम याद करेंगे, स्मरण करते हैं, उसी समय में तुरंत ही प्रभु हमको प्रभु का प्रेम और शांति और राहत से हमें भर देता है। അപ്പം നമുക്ക് ദൈവം നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന് ഇടപെടൽ, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ചില കാര്യം നമ്മൾ വചനം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. ഇങ്ങനെ ദൈവം പെട്ടെന്ന് പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമയപരിധി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭക്തന്മാർ അനുഭവിച്ചത് നമുക്കും അനുഭവിക്കാൻ കഴിയും. इसके लिए इस रीति से प्रियो प्रभु अपना वचन के द्वारा अपने प्रभु के लोगों को, अपना मंडली को, कलीसिया को, ऐसा बहुत से बातें हैं आश्वासन से और खुशी से, आनंद से भरता है। अगर वचन को अगर हम लोग पढ़ने गया तो और भी बहुत से बातें हैं जिसमें इसमें लिखा है, लेकिन समय का सही सीमता की वजह से मैं यहाँ पर रोकना चाहता हूँ। लेकिन प्रभु अपने यहाँ पर जैसा बाइबल में प्रभु ने अपना भक्तों को उन दिनों में जो आश्वासन और खुशी और आनंद दिया, वैसा आज हमें भी इस समय में भी जब हम वचन में मनन करते समय में आज भी वही आनंद और सुकून और शांति देकर प्रभु हम सबको भरता है। Praise the Lord. आमेन, प्रेज द लॉर्ड। इस विषय में ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. प्रभु हम सबको सहायता करे और आशीषित करे। भाइयों में से कोई एक जन प्रार्थना कर ले।